നന്ദിയുള്ള ഹൃദയത്തോടെ കേൾക്കുന്നുണ്ടോ? ഓക്കെ പാസ്റ്റർ, കേൾക്കാം. ഓക്കെ, കേൾക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. 24 അവേഴ്സ് പ്രയർ ലൈനില് ഡാളസിൽ പ്രയർ ലൈനിലുള്ളതായിരിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യവും നിസ്തുല്യവുമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അമേരിക്കയിൽ സന്ധ്യാവന്ദനമാണ്, കേരളത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മെ പരിപാലിച്ചല്ലോ. ഈ പ്രയർ ലൈനിന്റെ വിവിധങ്ങളായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവർകൾ, അതുപോലെ ഇതിന്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന സിസ്റ്റർ സന്ധ്യ, എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കുന്ന പാസ്റ്റർ മാമൻ അബ്രഹാം, ഇവരോടുള്ളതായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് സജി പീച്ചി എന്നാണ്. എൻ്റെ പേര് സജി ജേക്കബ് എന്നാണ്. പീച്ചി എന്നുള്ള പീച്ചിയിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനിടയായി തീർന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. എൻ്റെ മാതാവ് ഒരു മർത്തോമ സമുദായത്തിലും പിതാവ് CSIയിലുമായിരുന്നു. എന്നാൽ എൻ്റെ ബാല്യകാലത്തിൽ അവര് അത് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവസഭയില് അംഗങ്ങളായി തീരുവാനും ദൈവമായ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ ബാല്യ കാലത്തെ പ്രാഥമിക പഠനത്തിന് ശേഷമായിട്ട് ഒരു ചെറിയ സ്വകാര്യ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു. എന്നാൽ അതിന് ശേഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന വിളി എനിക്ക് ഉണ്ടായതും നിമിത്തമായി ആ ജോലി ഞാൻ രാജിവെച്ച് ബൈബിൾ വചന പഠനത്തിനു വേണ്ടി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ കടന്നു എന്നാൽ വഴിത്താരയില് ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതായിരിക്കുന്ന നിലയിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുവാൻ ഇടയായി തീർന്നു. വചന പഠനത്തിനു വേണ്ടി ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ വീണ്ടും വണ്ണം മുന്നേറുവാൻ തക്കവണ്ണം കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അത് ഒരു കേരളത്തിലുള്ളതായിരിക്കുന്ന സ്വകാര്യ ബസ്സിൽ ഞാൻ വർക്കറായിട്ട് കയറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഓടുന്നതായിരിക്കുന്ന വാഹനം അതിന്റെ പൂർണ്ണമായ നിലയിൽ മുന്നേറുവാൻ തക്കവണ്ണം കഴിയാതെ ഇടയ്ക്ക് വെച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. യോന കപ്പലിൽ കയറിയതുപോലെ എനിക്കറിയാമായിരുന്നു ഓരോ അപകടങ്ങളും ആപത്തുകളും വരുമ്പോൾ ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് എനിക്ക് പരിപൂർണമായി ഗ്രഹിപ്പാൻ കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യത്തിൽ 1990 ഞാൻ ആ ജോലിയും വേണ്ടെന്ന് വെച്ച് കുമ്പനാടുള്ള ഹെബ്രോൻ ബൈബിൾ കോളേജില് വചന പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ മഹത്വമുള്ള വചനം പഠിക്കുന്ന സമയത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെയൊക്കെ ആയിരുന്നു. ഇതിനോടകം ഞാൻ വിവാഹിതനാവുകയും എനിക്ക് ഒരു മകൻ ഉണ്ടാവുകയും ചെയ്തു. വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ വചന പഠനം നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ മിസ്സസിന് അവളുടെ ഭവനത്തിലേക്ക് അല്പകാലത്തേക്കായിട്ട് പറഞ്ഞു വിട്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ നിമിത്തമായിട്ട് അവൾക്കും അല്പമായിരിക്കുന്ന പ്രതിസന്ധികൾ നേരിടുവാനിടയായി തീർന്നു. ആ ഭവനത്തില് 2 പശുക്കൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ടതായിരിക്കുന്ന ഭക്ഷണം, പുല്ലൊക്കെയും പറിക്കുവാനായിട്ട് ഉള്ള ക്രമീകരണം അവളിലാണ് നിക്ഷിപ്തമായിരുന്നത്. അങ്ങനെ അവള് ഒരു ദിവസം പുല്ല് പറിക്കുവാൻ പോയപ്പോൾ കാലിൽ എന്തോ കടിക്കുന്നത് പോലെ, കൊള്ളുന്നത് പോലെ, മുള്ളു കൊള്ളുന്നത് പോലെ ഉള്ളതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായി.
അവൾ വിചാരിച്ചു എന്തോ മുള്ളു കൊണ്ടതായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ പിറ്റേ ദിവസം മുതൽ അത് വളരെ അത് കാല് നീര് വെക്കുകയും വളരെ പ്രയാസം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതിനോടകം ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരുന്നു. എന്നാൽ ഞാനിതൊന്നും അറിയാതെ വളരെ പുള്ളിക്കാരിയെ അവളുടെ ഭവനത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവാനായിട്ട്, പെരുമ്പാവൂരായിരുന്നു ഭവനം, ആ ഭവനത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ അവിടെ പോയി. അതിനുശേഷമായിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുമ്മനാടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാലിൽ വളരെ നീരും പഴുപ്പും ഒക്കെ അനുഭവപ്പെടുവാൻ ഇടയായി തീർന്നു. എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു വിധമായിരിക്കുന്ന ഗ്രാഹ്യവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഒരു ബാൻഡേഡ് വാങ്ങി കാലിൽ ചുറ്റി, വിരലിലൊക്കെ ചുറ്റി, പ്രയാസമുള്ള സ്ഥലത്ത് പഴുപ്പൊക്കെ വരുമായിരുന്നു. എങ്കിലും യാതൊന്നും സംഭവിക്കാതെ വണ്ണം ഞങ്ങള് ഒരു ഭവനത്തിലേക്ക് ഭവനത്തിന്റെ ക്രമീകരണം കുമ്പനാട് ചെയ്തു. എന്നാൽ ദിവസം പ്രതി കാലിൽ ഓരോ പരുക്കൾ ഉണ്ടാവുകയും വളരെ വാസന എടുക്കുന്ന വിധത്തിലുള്ള, സ്മെല്ലെടുക്കുന്ന വിധത്തിലുള്ള ഒരു പ്രയാസം സംജാതമാകുകയും ചെയ്തു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മിസ്സസിന്റെ കാലിന് ഇങ്ങനെ പരുക്കളൊക്കെ ഉണ്ടാവുകയാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, കാലിൽ ഉള്ളതായിരിക്കുന്ന ആ പരുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു പാമ്പിന്റെ രൂപത്തിൽ അത് ചേർന്ന് വരുവാൻ വണ്ണം ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് മനസ്സിലായി ഇത് ഏതോ വിഷദംശനമേറ്റതാണ് എന്ന് മനസ്സിലാവുകയും നന്നൂര്, വള്ളംകുളത്തിനടുത്ത് നന്നൂരുള്ളതായിരിക്കുന്ന ഒരു വിഷവൈദ്യന്റെ അടുത്തേക്ക് ഒരൽപ്പം കടം വാങ്ങിച്ച് ഞങ്ങൾ പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഉള്ളതായിരിക്കുന്ന വൈദ്യര് പറഞ്ഞു, മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന 2 പേരാണ് വരുന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ അവിടുത്തെ ഭീമമായിരിക്കുന്ന ചെലവുകളും മറ്റും സഹിപ്പാൻ തക്കവണ്ണം കഴിയാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതില് പോകുവാൻ തക്കവണ്ണം ഇടയായില്ല. പിന്നീട് അല്പമായിരിക്കുന്ന പച്ചമരുന്നുകളൊക്കെ കഴിച്ചു. എന്നാൽ കല്ലിശ്ശേരിയില് ഉള്ളതായിരിക്കുന്ന ജോയ്സ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ആ സഹോദരി ഒരു വിശ്വാസിയായിരുന്നു. അവര് ഞങ്ങളുടെ സുവിശേഷത്തിന്റെ കുറിച്ചുള്ളതായി ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചില മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് നൽകി തരികയും ചെയ്തു. അങ്ങനെ കുമ്മനാടത്തെ പഠനത്തിന് ശേഷമായിട്ട് ഞങ്ങൾ കാട്ടാക്കട എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ വർക്ക് എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 1-ാം വർഷമാണ് ഇങ്ങനെ കുമ്മനാട് താമസിച്ച്. 2-ാമത്തെ വർഷം ഈ മാമൻ എബ്രഹാം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഞങ്ങള് കോഴഞ്ചേരിയിൽ താമസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചില നാളുകൾ അവിടെ താമസിച്ചതിന് ശേഷമായിട്ടാണ് കാട്ടാക്കടയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കാട്ടാക്കടയിൽ ചെന്നപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് അല്പം മരുന്നൊക്കെ, പച്ചമരുന്നുകളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങള് കാട്ടാക്കടയിൽ പോയത്. പുതിയ വർക്കായിരുന്നുകൊണ്ട് വിശ്വാസികളൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ പ്രാർത്ഥന ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചത്. ചില ചെറിയ സൺഡേ സ്കൂളായിട്ട് കൂടി വന്നു. 10-30 കുഞ്ഞുങ്ങൾ അവിടെ വചന പഠനത്തിന് വേണ്ടി കടന്നു വന്നു. ഞാൻ പഠിക്കുവാനും കടന്നുപോയി. അതുപോലെ തന്നെ അവിടെയുള്ള വർക്കും ഞാൻ കൊണ്ടു നടക്കുവാനിടയായി തീർന്നു. ശരീരം മുഴുവനും ഈ മരുന്നുകൾ കഴിച്ചപ്പോൾ ശരീരം മുഴുവനും വലിയ പരുക്കളാല് ഉച്ച മുതൽ ഉള്ളംകാല് വരെയും ബാധിപ്പാൻ തക്കവണ്ണം ഇടയായി. എന്നാല് പതറുവാൻ തക്കവണ്ണം ഇടയായില്ല. എങ്കിലും കർത്താവ് സൂക്ഷിച്ചു, പരിപാലിച്ചു. ആ ദിവസങ്ങളിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് ഞാൻ ഭവനത്തിലേക്ക് വന്നു. എന്നാൽ കുമ്പനാട് മാവേലിക്കരയില് പാസ്റ്റർ വർഗീസ് ബേബിയാൽ നടത്തപ്പെടുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയില് അതിവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നും അതിൽ സംബന്ധിക്കണമെന്നുമുള്ള വളരെ ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ ഉള്ളത് കൊണ്ട് അവസാനത്തെ 7 ദിവസം കടന്നു പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ
ആ ദിവസങ്ങളിൽ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ജനുവരി മാസം 7-ാം തീയതിയാണ് ആ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നത്. ഞങ്ങള് ഏതാണ്ട് ഡിസംബർ മാസം 31-ാം തീയതി തന്നെ അവിടെ ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. ജനുവരി മാസം 5-ാം തീയതിയാണ് എൻ്റെ മിസ്സസിന്റെ ജന്മദിനം. അന്ന് അവിടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നത് 2 കണ്ണും കാണാതെ അന്ധനായ ഒരു കുര്യൻ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് അവിടെ കടന്നു വന്നത്. അദ്ദേഹം അത് ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റപ്പോൾ വളരെ ആത്മനിയോഗത്തോടു കൂടെ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ എൻ്റെ മിസ്സസ് ഇങ്ങനെ വിഷബാധയെ വിഷത്തിൻ്റെതായിരിക്കും ഏറ്റെന്നുള്ള വിവരമൊന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ ആത്മാവിൽ അദ്ദേഹം പ്രവചിപ്പാൻ ഇടയായി തീർന്നു. ഇവിടെ വിഷദംശനമേറ്റ ഒരു സഹോദരി തൻ്റെ ശരീരത്തില് പരുക്കളാൽ ബാധിക്കപ്പെട്ട് വളരെ ക്ലേശിക്കുന്നു എന്ന് അവിടെ പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങള് ബൈബിൾ കോളേജിലുള്ളതായിരിക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ഉള്ള ഒരു 19 പേരോളം അവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെയും ഒക്കെ ആയിരുന്നു. അവർക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമായിരുന്നു എൻ്റെ മിസ്സസിനെ ഇങ്ങനെ വിഷദംശനമേറ്റു എന്നുള്ളത്. എന്നാൽ അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നീ വിശ്വസിക്കുമെങ്കിൽ അത്ഭുതമായിരിക്കുന്ന ദൈവിക രോഗശാന്തി നിന്റെ ശരീരത്തിൽ വ്യാപരിച്ചിട്ട് അതെ ഒരു കൊച്ചുകുഞ്ഞിന്റെ ശരീരം പോലെ നിന്റെ ശരീരത്തെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം അത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ഒരു പ്രത്യേകമായ അത്യന്തമായ ശക്തി ഈ എൻ്റെ മിസ്സസിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയും അതോടുകൂടെ പരിപൂർണമായ ഒരു രോഗസൗഖ്യം വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്തു. അങ്ങനെ ഞങ്ങള് വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങളുടെ നിയോഗപ്രകാരം ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. ഹൈദരാബാദിൽ 2 വർഷം ഞങ്ങൾ ശുശ്രൂഷിച്ച ശേഷം ഒറീസയിലേക്ക് കടന്നുപോയി. ഒറീസയിൽ നിന്ന് മുംബൈയിലേക്ക് കടന്നുപോയി. കഴിഞ്ഞ 28 വർഷക്കാലം അവിടെ ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷമായിട്ട് ഗോവയിൽ 1 വർഷം കടന്നു വന്നു. ഗോവയിൽ നിന്ന് പിന്നെയും മുംബൈയിൽ കടന്നു പോകുവാനിടയായി. ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിനോടുള്ള ബന്ധത്തില് പുത്തൻകുരിശ് സഭയിലെ ഞാന് ഇപ്പോൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. എന്നെ ഓർത്ത് പ്രത്യേകാല പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശേഷാല് എൻ്റെ മിസ്സസ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ലിവർ സിറോസിന്റെ പ്രയാസം നിമിത്തമായിട്ട് വളരെ ഭാരപ്പെടുകയായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ടു. ഹിന്ദുജ ഹോസ്പിറ്റലില് അതുപോലെ സയൺ ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെന്റ് നടത്തി. അതോടുള്ള ബന്ധത്തിൽ തൻ്റെ ശരീരത്ത് വണ്ണം കൂടുതലാണെന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വണ്ണമൊക്കെ കുറയ്ക്കണമെന്ന് പറയുകയും ഭക്ഷണത്തിന് ക്രമീകരണം വരുത്തുകയൊക്കെ ചെയ്തു. അതെ, ഓട്സും മറ്റുവിധമായിരിക്കുന്ന ഫ്രൂട്ട്സും മാത്രമല്ലാതെ മറ്റൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടെ ഒക്കെ മുൻപോട്ട് വന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസം 16-ാം തീയതി ഒരു പെട്ടെന്ന് നിന്ന നിപ്പിൽ തന്നെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ കാലുകള് ഇടത്തെ കാല് ഒടിയുവാനിടയായി തീർന്നു. പെട്ടെന്ന് നിന്ന നിപ്പില് പോലെ കാലൊടിഞ്ഞ് കമ്പിയിട്ട് ഇപ്പോൾ ചില മാസങ്ങളായിട്ട് ഞങ്ങള് ഇവിടെ വടിയോടുകൂടെയാണ് പ്രിയപ്പെട്ടവളെ നടക്കുന്നത്. പ്രത്യേകാല ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാൽസ്യം കുറഞ്ഞ നിമിത്തമായിട്ട് വളരെ പ്രയാസങ്ങളുണ്ട്. അതിനോടുള്ള ബന്ധത്തില് വളരെ പരിശോധനകളൊക്കെ ഉണ്ടായി. യൂറിനറി ഇൻഫെക്ഷന് അതുപോലുള്ള അതോടുകൂടി 2 ഓപ്പറേഷന് പിന്നെയും നടക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ വളരെ പ്രതിസന്ധിയിലൊക്കെയാണ് ഞങ്ങള് കഴിഞ്ഞു വരുന്നത്. ഇവിടെയുള്ള ദൈവസഭ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു പോരുന്നു. ശുശ്രൂഷയിലൊക്കെ കർത്താവ് ഞങ്ങളെ താങ്ങുന്നു. ഇപ്പോഴും പരിപൂർണമായ സൗഖ്യം ലഭിച്ചിട്ടില്ല. വിശേഷാല് ഈ പ്രയർ ലൈനിലും ഞങ്ങളെ ഓർത്ത് പ്രത്യേകാല പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്തരം ഒരു പ്രയർ ലൈനിലൂടെ വലിയ വിടുതലുകൾ കർത്താവ് നൽകി തരുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ
ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരമരുളുന്ന കർത്താവാണ്. അവൻ നമ്മെ അറിയുന്ന കർത്താവാണ്. അവൻ നമുക്കൊക്കെ വേണ്ടി കരുതുന്ന ദൈവമാണ്. നാം ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് മാനിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, റിജോയ്സും പ്രഷ്യസും. അവര് UK-യിലെ അതേ ജോലിയോടുള്ള ബന്ധത്തിൽ അവരായിരിക്കുന്നു. അവരെ ഓർത്തും പ്രത്യേകാല പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ സന്ധ്യാവേളയിൽ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം വായിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 വേഴ്സ് 9 and 10. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നു. എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. ഈ പകൽക്കാലം ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നവനാണ്. നാം എന്തപേക്ഷിച്ചാലും ദൈവം നമുക്ക് നൽകി തരുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾക്ക് നടുവിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നവനായ ദൈവമാണ്. ആകയാൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രതിസന്ധി ആയിരുന്നാലും അത് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇവിടെ വിധിയെ മാറ്റിമറിച്ച, ചരിത്രത്തെ തിരുത്തി കുറിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. എബ്ബേസ് എന്നാണ് ആ പ്രിയപ്പെട്ടവന്റെ പേര്. അത് ഇവിടെ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നു. എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. സ്തോത്രം. സഹോദരന്മാരെക്കാൾ ഏറ്റവും അപമാനിതനും ഏറ്റവും മോശമായിരിക്കുന്ന അനുഭവമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എബ്ബേസ് എന്ന് പറയുന്നത്. എബ്ബേസ് എന്നാൽ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാൻ തക്കവണ്ണം അവരിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലവും ഇന്ന് ഈ സന്ധ്യാവേളയിലും ദൈവ സന്നിധിയിൽ ആരെല്ലാം ആയിരിക്കുന്നുവോ പ്രൈസലോട് അവരെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസലോട്. എന്നെ മാനിക്കുന്ന ദൈവത്തെ ആര് മാനിച്ചിട്ടുണ്ടോ? ഏതു കുടുംബം ദൈവത്തെ മാനിച്ചിട്ടുണ്ടോ? ഏതു വ്യക്തികൾ ദൈവത്തെ മാനിച്ചിട്ടുണ്ടോ? അവരൊക്കെയും പ്രൈസലോട് മാനത്തിന് പാത്രീഭൂതരായിട്ടുണ്ട്. അവർ സമൂഹത്തിൽ മാന്യന്മാരായിട്ടുണ്ട്. പ്രൈസലോട്. അവർ സഭയിൽ മാന്യന്മാരായിട്ടുണ്ട്. അവർ തങ്ങളുടേതായിരിക്കുന്ന ചുറ്റുപാടിൽ ദേശത്തൊക്കെ മാന്യന്മാരായി തീർന്നിട്ടുണ്ട്. നോക്കുക, ഇന്ന് കാണുന്നതായിരിക്കുന്ന അനേകം മാന്യതയുള്ള, അനേകം ബഹുമാനമുള്ള അനേകരുടെ ജീവിതം പരിശോധിച്ചാൽ ഒരു കാലത്ത് അവര് മാന്യതയില്ലാത്തവരായിരുന്നു. എന്നാൽ അവർ കർത്താവിലേക്ക് അടുത്തു വന്നപ്പോൾ അവരുടേതായിരിക്കുന്ന അവസ്ഥകൾ മാറി. ദൈവം അവർക്ക് മാന്യത കൊടുത്ത് അവരെ മാനിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ സമയം ഈ സന്ധ്യാവേളയിലും ദൈവ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, മാന്യതയില്ല എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് മാന്യത കൽപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണ്, കർത്താവ് എത്ര വല്ലഭനാണ്. ഇവിടെ പറയുകയാണ്, എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ
ഏറ്റവും മാന്യനായിരുന്നു. സ്തോത്രം. എന്നാൽ അവിടെ വായിക്കുന്ന അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബ്ബേസ് എന്ന് പേരിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കാണുന്നു, അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് വെച്ചാൽ യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനത്തിന്റെ പുത്രൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അവളുടെ ഉള്ളിൽ ഇവൻ അതേ ഉരുവായിരിക്കുന്ന അന്ന് മുതൽ അവൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, വിവിധങ്ങളായിരിക്കുന്ന നിലയിലുള്ള അസ്വസ്ഥതകൾ, ഇവയുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് അതെ അവൾ പറയുകയാണ്, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാണ് യബ്ബേസ് എന്ന് പേരിട്ടത്. യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനത്തിന്റെ പുത്രൻ എന്നാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൾക്കൊരു വ്യസനത്തിന്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവനെ കൊണ്ട് ഒരു മേൽഗതിയും ഉണ്ടാകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇവനൊരു നന്മയുണ്ടാകുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ടതായിരിക്കുന്ന അവൾ, പ്രൈസ് ദി ലോർഡ്, അവൾ പ്രസവിക്കുന്ന സമയത്ത് അവൾ എന്ത് പറയുകയാണ്? അത് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബ്ബേസ് എന്ന് അവന് പേരിടുവാനിടയായി തീർന്നു. എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയുമില്ല, ഒരുവിധമായിരിക്കുന്ന അത് പുരോഗമനമോ ഒരു നന്മയോ പ്രതീക്ഷിക്കുവാനില്ല. ഇനി ഒന്നും പ്രതീക്ഷിക്കുവാനില്ല. ഇവൻ വ്യസനത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാണ് അവന് യബ്ബേസ് എന്ന് പേരിട്ടത്. തിരുവചനത്തിനകത്ത് മറ്റൊരു ഭാഗം നമുക്ക് വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 35-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 17-18. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. സ്തോത്രം. റാഹേലിന്റെ അവസാന സമയമാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നു, സൂതികർമ്മിണി കടന്നു വന്നപ്പോൾ അവളോട് പറയുകയാണ്, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആ ജീവൻ പോകുന്ന എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, ബെനോനി എന്ന് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ബെനോനി എന്ന് വെച്ചാൽ ദുഃഖത്തിന്റെ പുത്രൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. വേദനയുടെ പുത്രൻ എന്നാണ്. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, നമ്മെ കൈവിടാത്ത ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. വേദനയുടെ പുത്ര എന്ന് പറഞ്ഞാണ് അവൾ, പ്രൈസ് ദി ലോർഡ്, അത് മരിക്കുവാനിടയായി തീർന്നത്. ഒരു പൈതലിന് ജന്മം കൊടുത്തപ്പോൾ നീ വേദനയുടെ പുത്രൻ എന്ന് പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, അവന് ജന്മം കൊടുക്കുവാനിടയായി തീർന്നെങ്കിൽ അവന്റെ പിതാവ് എന്ത് ചെയ്യുന്നു? അതേ, അവനെ കരങ്ങളിൽ എടുത്തിട്ട് ബെനോനി എന്നല്ല വിളിച്ചത്, ബെന്യാമീൻ, സന്തോഷത്തിന്റെ പുത്ര എന്ന് വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പ്രൈസ് ദി ലോർഡ് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലോകം നമുക്ക് വേദന തന്നാല്, സ്വന്തക്കാരും ബന്ധക്കാരും ഹല്ലേലൂയ അതേ ചുറ്റുപാടുള്ളവരും വേദന തന്നാല് നാം ഭാരപ്പെടേണ്ട. നമ്മുടെ വേദനകളെ മാറ്റി സന്തോഷത്തെ നൽകി തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ടല്ലോ. അതോർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇവിടെ ഇതാ ബെനോനി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ജീവനെ വിട്ടു. എന്നാൽ ബെന്യാമീൻ എന്ന് പറഞ്ഞ് യാക്കോബ് അവനെ സന്തോഷത്തിന്റെ പുത്രനായിട്ട് അംഗീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ വായിക്കുന്നു, യബ്ബേസ്
ഇസ്രയേലിന്റെ ദൈവത്തോട്. അപ്പോൾ എവിടെ ചെന്നാലും ഇവനൊരു കുരുത്തം കൊള്ളിയാണ്, ഇവനൊരു മുടിഞ്ഞവനാണ്, ഇവനൊരു നാശത്തിന്റെ പുത്രനാണ്, ഇവൻ പ്രൈസ് ദി ലോർഡ് അത് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇരിക്കുന്ന ഇടം ഒരു അനുഗ്രഹം ലഭിക്കയില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതി ഇവനെ പകയ്ക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ സമയവും ഏതെല്ലാം പ്രയാസങ്ങൾ, ഏതെല്ലാം വൈഷമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്നുവോ, ഹല്ലേലൂയ, ഉറ്റവരും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും നമ്മെ പ്രൈസ് ദി ലോർഡ് അതേ വിടക്കം തണ്ണുന്നുവോ, അവയുടെ നടുവിൽ നമ്മെ മാനിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കായിട്ടുള്ളത്. ആ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. എബേസിനെ ഈ അവഗണന അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എല്ലാവരും അവനെ അവഗണിക്കുകയാണ്. സഹോദരന്മാർ അവനെ കൊള്ളരുതാത്തവൻ അല്ലെങ്കിൽ മാന്യതയില്ലാത്തവൻ എന്ന് പ്രസ്താവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവനെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ്, സ്തോത്രം. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അനേക പ്രാർത്ഥനകൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ഏലിയാവിന്റെ പ്രാർത്ഥന ഒരു പ്രൈസ് ദി ലോർഡ് അധികം വലിച്ചുവാരിയുള്ള പ്രാർത്ഥനയല്ലായിരുന്നു, ഒറ്റ വാക്കിലുള്ള പ്രാർത്ഥനയായിരുന്നു ഏലിയാവിന്റെ പ്രാർത്ഥന. അതുപോലെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനകള് പ്രൈസ് ദി ലോർഡ് അതേ വിഷയത്തെ മാറ്റിമറിക്കുന്നതായിരിക്കണം, വിധിയെ മാറ്റിമറിക്കുന്നതായിരിക്കണം, അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകള്. ഹല്ലേലൂയ. അതിൻ്റെതായിരിക്കുന്ന ആ സ്വഭാവം പ്രൈസ് ദി ലോർഡ് ദൈവത്തെ ചിന്തിപ്പിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായിരിക്കണമെന്ന് പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ഇവിടെ ഇതാ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു, നീ നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം താല്പര്യമില്ലാത്ത ആരുമില്ല, എല്ലാവരും അനുഗ്രഹം താല്പര്യപ്പെടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് തന്റെ അപ്പനെ പേടിച്ച് ജ്യേഷ്ഠനെ പേടിച്ച് അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അന്ന് അവിടെ കല്ല് തലയണിയായി വെച്ച് അവൻ അവിടെ വിശ്രമിച്ചു. അന്ന് രാത്രി അവനൊരു സ്വപ്നം കണ്ടു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി, ആ കോവേണിയിൽ ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. അത് കണ്ടപ്പോൾ അവൻ മനസ്സിലായി, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അന്ന് രാത്രികാലം അവനോട് ദൈവം സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അവൻ ദൈവത്തോട് ഒരു ഉടമ്പടി വയ്ക്കുവാൻ ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ് നമുക്കത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അവിടെ പറയുകയാണ്, യാക്കോബ് ഒരു നേർച്ച നേർന്നു. എന്താണ് നേർച്ച? ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കുക, ആ തലയിണയായി വെച്ച കല്ലെടുത്ത് നിവർത്തി നിർത്തി, അതൊരു തൂണ് പോലെ നിർത്തി, അതിന്മേൽ എണ്ണ ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. എണ്ണ ഒഴിച്ചു. ആ സ്ഥലത്തിന് പ്രൈസ് ദി ലോർഡ് ലൂസ് എന്നുള്ള പേരായിരുന്നു. എന്നാൽ അതിന് പേര് മാറ്റി ബഥേൽ, ദൈവഭവനം എന്ന് പേരിട്ടു. രൂപാന്തരം വരുത്തുന്ന അനുഭവം, നല്ല വ്യത്യാസം വരുന്ന അനുഭവം, പ്രൈസ് ദി ലോർഡ് അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്ന അനുഭവം അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ഇവിടെ ഇതാ ഒരു നേർച്ച അവൻ നേരുകയാണ്. എന്താണ് നേർച്ച?
ദൈവം എന്നോട് കൂടെ ഇരിക്കണം. കർത്താവ് നമ്മോട് കൂടെ ഇരുന്നില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് യാതൊന്നും സാധ്യമല്ല. നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കായിട്ടുള്ളത്. ഇമ്മാനുവേൽ എന്നാണ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രൈസ് ദി ലോർഡ് ദൂതനാല് മറിയയ്ക്ക് പ്രൈസ് ദി ലോർഡ് ആ ദൂത് ലഭിപ്പാൻ ഒക്കെവണ്ണം ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് യോശുവയോട് യഹോവയായ ദൈവം പറഞ്ഞു. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. യാക്കോബോട് പറയുകയാണ്, നീ എന്നോട് കൂടെ ഇരിക്കണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരേണം. മോശ ഈ പ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഈ പകൽക്കാലവും ഈ രാത്രികാലവും ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുന്ന സാന്നിധ്യമാണ്. അല്ലല്ലോ ഇവിടെ പറയുകയാണ്, നീ എന്നോട് കൂടെ ഇരിക്കണം. ഒന്നാമത് പറയുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുകയും പിന്നെ ഞാൻ പോകുന്ന വഴിയാത്രയിൽ ഈ യാത്രയിൽ എന്നെ കാക്കുകയും. പ്രൈസ് ദി ലോർഡ്. നാം പോകുന്ന വഴിയിലൊക്കെ അനർത്ഥങ്ങളുണ്ട്, ആപത്തുകളുണ്ട്. യാക്കോബ് പോകുന്ന വഴിയിൽ പാമ്പുകളുണ്ട്, സർപ്പദംശനമേൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവയുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് അവനെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്. അല്ലേ, അവൻ പറയുകയാണ്, ഈ യാത്രയിൽ എന്നെ കാക്കേണം, എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ, യാതൊരു ദുഷ്ട മൃഗങ്ങളും എന്നെ അല്ലെങ്കിൽ ആഹാരമാക്കാതെ, എന്റെ യാത്രയിൽ ഒരു പ്രയാസമുണ്ടാകാതെ, രോഗങ്ങൾ എനിക്ക് വന്നു ഭവിക്കാതെ ദൈവം എന്നെ കാക്കണമെന്ന് പറയുകയാണ്. ദൈവമക്കളെ, നമ്മുടെ യാത്രയിൽ സൂക്ഷിക്കുന്നത് കർത്താവാണ്. അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. വാഹനവുമായി യാത്ര ചെയ്യുമ്പോൾ, കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ, മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകാതെ കാക്കുന്നത് നമ്മുടെ അരുമനാഥനായ കർത്താവാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയുകയാണ്, നീ എന്നോട് കൂടെ ഇരിക്കണം, എന്നെ കാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്ന വഴിയാത്രയിൽ എന്നെ കാക്കുകയും. എനിക്ക് പിന്നെ ഇന്ന് വേണം, പ്രാഥമികമായിരിക്കുന്ന ചില കാര്യങ്ങളും ആവശ്യമാണ്. എന്താണ്? എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം. സ്തോത്രം. ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരണം. സ്തോത്രം. അല്ലെ, ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. ഉപജീവന ചിന്തകളാൽ മനുഷ്യൻ ഭാരപ്പെടുന്നുണ്ട്. മത്തായി സുവിശേഷത്തിലായി നാം ഇപ്രകാരം വായിക്കുന്നു, എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും എന്ന് ഉള്ളതിനെ പറ്റി വിചാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. ഇപ്രകാരമാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം പ്രൈസ് ദി ലോർഡ് എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും എന്നതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട എന്ന് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. സ്തോത്രം. ഞാനത് വായിക്കട്ടെ. അത് പ്രൈസ് ദി ലോർഡ്. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും പ്രൈസ് ദി ലോർഡ് ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പ്രൈസ് ദി ലോർഡ്. എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഈ പണ്ടുള്ള കാലഘട്ടത്തില് നമുക്ക് അത് ഉടുക്കുവാനോ ഭക്ഷിക്കുവാനോ വേണ്ടുവണ്ണം ആഹാരമോ വേണ്ടുവണ്ണം വസ്ത്രമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടതയുടെ നാളുകളായിരുന്നു, പ്രയാസങ്ങളുടെ നാളുകളായിരുന്നു, ക്ഷാമത്തിന്റെ അവസ്ഥ
അവസ്ഥകളായിരുന്നു. എന്നാൽ കർത്താവ് അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരുത്തി നമ്മുടെ പട്ടിണി മാറ്റി, നമ്മുടെ ക്ലേശങ്ങൾ മാറ്റി, നമുക്ക് ഉടുക്കുവാൻ, നമുക്ക് ഭക്ഷിപ്പാനെല്ലാം ആവശ്യമായ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ കർത്താവ് നമുക്ക് നൽകി തന്നെങ്കിൽ കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉടുക്കുവാൻ ഇന്ന് ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് ഭക്ഷിപ്പാൻ ഏതെല്ലാം സാധനങ്ങളുണ്ട്, എന്നാൽ എന്തെല്ലാം വസ്തുക്കളുണ്ട്, എന്നാൽ എന്താണ് ഭക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു പ്രയാസത്തിലാണ് പലരും. പലവിധമായിരിക്കുന്ന ജീവിത ശൈലി രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. PhD ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല. പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിക് ഇതില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള അസുഖങ്ങളും അസ്വസ്ഥതകളുമാണ്. ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു സാധനം പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടും വണ്ണം ആഹാരം കഴിക്കുവാൻ പറ്റുന്നില്ല. ഒന്ന് കഴിച്ചാൽ മറ്റൊന്നിന് പ്രയാസമാണ്. ഷുഗറിന്റെ പ്രയാസം, ഡയബറ്റിക്കിന്റെ പ്രയാസം, ഹാർട്ടിന്റെ പ്രയാസം, അതുപോലെ പ്രഷറിന്റെ പ്രയാസം, ഇങ്ങനെ എല്ലാ വിധത്തിലും ക്ലേശങ്ങൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളില് എന്ത് കഴിച്ചാലും യാതൊരു പ്രയാസവും ഇല്ലാതിരുന്നു. അത് കഷ്ടതയുടെ നാളുകളായിരുന്നു. എന്നാൽ കഷ്ടതയ്ക്ക് ദൈവം വിരാമമിട്ട് ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ കർത്താവിനോട് നാം നന്ദിയുള്ളവരായിരിക്കണം. സമ്പന്നത തരുമ്പോൾ, ഹല്ലേലൂയ, ബുദ്ധിമുട്ട് വരുമ്പോഴും സമ്പന്നത വരുമ്പോഴും ഏതവസ്ഥയിലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിച്ചു, ദൈവം എന്നോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ നടത്തേണം, ദൈവം എന്നെ യാത്രയിൽ കൂടെ ഇരിക്കണം, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് നൽകി തരണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് മടക്കയാത്ര ഉണ്ട്. ആ മടക്കയാത്ര സൗഖ്യത്തോടെ ആയിരിക്കണം. നമുക്കറിയാമല്ലോ, പ്രൈസ് ദി ലോർഡ്, ആദ്യ യാക്കോബ് ലാബാന്റെ വീട്ടിൽ കടന്നുപോയി 20 വർഷം അവിടെ ചെലവഴിച്ചു. അതിനുശേഷമായിട്ട് ആടുമാടുകളും, പ്രൈസ് ദി ലോർഡ്, അതുപോലെ തന്നെ തനിക്കുള്ളതായിരിക്കുന്ന സർവ്വസമ്പാദ്യം, ദാസന്മാരും ഭാര്യമാരുമായിട്ടുള്ള ഒരു പരിവാര സമേതം അവൻ മടങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? മടങ്ങി വരുമ്പോൾ യാബോക്ക് കടവിന്റെ അക്കരെ എല്ലാ ആടുമാടുകളെയും അതുപോലെ തന്നെ ദാസന്മാരെയും ഭാര്യമാരെയും ഒക്കെ അക്കരയാക്കിയിട്ട് താൻ മാത്രം ഒറ്റയ്ക്ക് ശേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെയ്തു, രാത്രി കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒരു ദൂതൻ അവനോട് വന്ന് മല്ലു പിടിച്ചു. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവൻ ദൂതന്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൂതൻ അവനെ വിട്ടുപോകുമ്പോൾ പറയുന്നു, എന്നെ വിടുക, എന്നെ വിടുക, ഉഷസ്സാകുന്നുവല്ലോ, എന്നെ വിടുക എന്ന് പറഞ്ഞ് ആ ദൂതൻ അവനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അവൻ പറയുന്നു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ അവന്റെ പാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നോക്കുക, ആ യാക്കോബിനെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. യാക്കോബിന്റെ പേര് മാറ്റി നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ യാക്കോബാണ്, ഉപായിയാണ്, സകല ഇടങ്ങളിലും ഉപായം പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവിനെ കളിപ്പിച്ച്, ആ ജ്യേഷ്ഠനെ കളിപ്പിച്ച്, അമ്മായപ്പനെ കളിപ്പിച്ച്, അങ്ങനെ എല്ലാവരെയും മുമ്പിലും കളിപ്പിന് പ്രസ്ഥാനവുമായി നടന്നതായ യാക്കോബ് പറയുകയാണ്, എന്റെ പേര് യാക്കോബ് എന്നാണ്. അവൻ തുറന്നു പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യങ്ങളിൽ നാം
ഇങ്ങനെ വായിക്കുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ അവൻ ഏറ്റു പറഞ്ഞു, ഞാൻ യാക്കോബാണ്. യഥാർത്ഥ അവസ്ഥ പറയുന്നത് കർത്താവിന്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൂതന്റെ മുമ്പിൽ അവൻ പറഞ്ഞപ്പോൾ ദൂതൻ അവന് അതേ ആ പേര് കൊടുത്തു. അതിന്റെ പേരിന് യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് നിനക്ക് പേരാകുമെന്ന് ദൈവത്തിന്റെ പ്രഭു എന്നുള്ള ആ വലിയ അതേ പേര് അവന് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ അനുഭവമാണ്. അത് പ്രൈസ് ദി ലോർഡ് ഭൗതിക അനുഗ്രഹമുണ്ട്, ആത്മീകമായ അനുഗ്രഹമുണ്ട്. ഇന്ന് ഭൗതിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകർന്നു തന്നിട്ടുണ്ട്. ആവശ്യം പോലെ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളും നാം അനുഭവിക്കുകയാണ്. വാഹനമെങ്കിൽ വാഹനം, വീടെങ്കിൽ വീട്, ജോലിയെങ്കിൽ ജോലി, സാമ്പത്തിക നന്മകളെങ്കിൽ അത് ഒക്കെയുമുള്ള നന്മകൾ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതായി എബ്ബേസു പ്രാർത്ഥിക്കുന്നു, നീ എന്നെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഇവിടെ 118 സങ്കീർത്തനത്തിലെ പ്രകാരം 116 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പ്രൈസ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, ഞാൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും, ഞാൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവമായി നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 115 സങ്കീർത്തനത്തിന്റെ 9 വാക്യം അവിടെ വായിക്കുന്നു, ഇസ്രയേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും അവരുടെ പരിചയവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അഹരോൻ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു. യഹോവത്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. അടുത്തുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അനുഗ്രഹം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അനുഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ ഒരു ദാനമാണ്. അതേ അബ്രഹാമിനെ യഹോവയായ കർത്താവ് വിളിച്ചപ്പോൾ ഇങ്ങനെ നമുക്ക് അതേ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കുമെന്ന് അവിടെ പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിലാണ് നമുക്കത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മളെ അനുഗ്രഹിക്കാമെന്നുള്ള കർത്താവിന്റെ വാഗ്ദത്തമുണ്ട്. റോമാദേ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം ദൈവം നമുക്ക് യേശു ക്രിസ്തുവിലൂടെയാണ് നൽകിയിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നല്ല കർത്താവ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മെ ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിപ്പാനിടയായി തീരും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവനെ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 3 അധ്യായം അതിന്റെ 14 വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന ആത്മവിഷയം സംബന്ധിച്ച് പ്രൈസ് ദി ലോർഡ് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ
പ്രാപിപ്പാൻ തന്നെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ പരിഹാരം നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കുകയും പ്രൈസ് ദി ലോർഡ് എന്റെ അതിർ എന്ത് ചെയ്യണം? വിസ്താരമാക്കണം. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഇടുക്കത്തിന്റെ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. എബേസിന്റെ അവസ്ഥ ഇടുക്കത്തിന്റെ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഞെരുക്കത്തിന്റെ അവസ്ഥയാണ്, പ്രാരാബ്ധത്തിന്റെ അവസ്ഥയാണ്, മാന്യതയില്ലാത്ത അനുഭവങ്ങളാണ്. എന്നാൽ അവയുടെ നടുവിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് പറയുകയാണ്, എന്റെ അതിരിനെ നീ ഒന്ന് എന്ത് ചെയ്യണം? എന്നെ അതിര് വിസ്താരമാക്കണം. നമ്മുടെ അതിരിനെ വിപുലപ്പെടുത്തുന്ന, വിസ്താരമാക്കുന്ന ഒരു നല്ല കർത്താവ്, നമ്മുടെ സാമ്പത്തിക നന്മകളെ അതിന്റെ പൂർണ്ണതയിലേക്കും വിശാലതയിലേക്കും കൊണ്ടുവരുന്നവനായ ഒരു കർത്താവ്. മ്യൂട്ട് ആയിപ്പോയി, അൺമ്യൂട്ട് ചെയ്യണേ. Praise the Lord, praise the Lord, praise the Lord. Amen, hallelujah. നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. ഞാൻ മ്യൂട്ട് ആക്കിയത് വേറൊരു കോള് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പ്രെയർ ലൈനിലുള്ള ആരെങ്കിലും കോള് ചെയ്യുന്നതാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അത് മ്യൂട്ട് ചെയ്തത്, ക്ഷമിക്കുക. അപ്പോൾ അവിടെ വായിക്കുന്നു, നീ എന്റെ അതിരിനെ നീ വിസ്താരമാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു വിശാലത ദൈവം നൽകി തരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വിശാലത ദൈവം നൽകി തരണം. നമ്മുടെ അവസ്ഥകൾക്കൊരു വിശാലത ദൈവം നൽകി തരണം. നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അവൻ നമ്മെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു ഭക്തന്റെ പ്രയോഗം അങ്ങനെയാണ് കാണുന്നത്. അവൻ നമ്മെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. ദൈവം ഒരുത്തനെ അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ചാൽ പ്രൈസ് ദി ലോർഡ്, അവൻ നാം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, സാമ്പത്തിക നിലയെ, ശാരീരിക അവസ്ഥകളെ എല്ലാം പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാവിലെ സമയവും ഈ സന്ധ്യാവേളയിലും നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, നീ എന്നെ അതിരിനെ ഒന്ന് വിശാലപ്പെടുത്തണം. ഇപ്പോഴുള്ള ആത്മീക നിലവാരത്തിന് വ്യത്യാസം വരുത്തണം. ഇപ്പോഴുള്ള പ്രാർത്ഥനാനുഭവത്തിന് വ്യത്യാസം വരുത്തണം. ഇപ്പോഴുള്ളതായിരിക്കുന്ന നന്മകളുടെ മണ്ഡലത്തിന് വ്യത്യാസം വരുത്തണം. ഇടുക്കത്തെ മാറ്റണം, ഞെരുക്കത്തെ മാറ്റണം, വചനം ദുർലഭമായിരിക്കുന്ന അനുഭവത്തെ മാറ്റിത്തരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും, അടുത്തത് പറയുന്നു, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അവൻ അപേക്ഷിച്ചു. നിന്റെ ദൈവത്തിന്റെ കൈ നമുക്ക് ഭാരമാകരുത്. അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അടയാത്ത വഴികൾ, അടയാത്ത ഉറവകൾ, അടയാത്ത ചില നന്മകൾ കർത്താവ് നമുക്ക് നൽകി തരുവാൻ വിശ്വസ്തനാണ്. ഈ രാവിലെ സമയം ഒരു ശുഭ സന്ദേശം, ഈ സന്ധ്യാവേളയിൽ ഒരു ശുഭ സന്ദേശം ഹല്ലേലൂയ നാം കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇവിടെ വായിക്കുന്നു, അതേ നമുക്ക് വേണ്ടി ചില പുതുവഴികൾ കർത്താവ് തുറക്കുന്ന ദൈവമാണ്. അതിനെ വിസ്താരമാക്കുക മാത്രമല്ല, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് ചില പുതിയ മേഖലകളെ തുറന്നു തന്ന്, ചില വഴികളെ ദൈവം തുറന്നു തന്ന് ദൈവം മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാതെ ഈ സമയം പ്രൈസ് വിവിധ ടൈം സോണുകളിൽ നാം ആയിരിക്കുന്നു എങ്കിലും നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ടല്ലോ. അതോർത്ത കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവിടെ വായിക്കുന്നു, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം. അനർത്ഥം വ്യസന കാരണമായി തീരുന്ന അനുഭവം.
പ്രൈസ് ലോർഡ്. കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, പിതാവിന്, മാതാവിന് ഒക്കെ അനർത്ഥം വന്ന് വ്യസന കാരണമായി തീരാതെ വണ്ണം പ്രൈസ് ലോർഡ്. ഒരനർത്ഥം 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. സിംഹം എന്ന് പറയുന്നത് പ്രൈസ് ലോർഡ് ഭൗതികമായ നിലയിലുള്ള അക്ഷരീകമായ സിംഹമല്ല. പ്രൈസ് ലോർഡ്. നമുക്കെതിരെ അലറി വരുന്ന അനുഭവങ്ങൾ, നമുക്കെതിരെ അലറി വരുന്ന പ്രയാസങ്ങള്, നമ്മെ വിഴുങ്ങുവാൻ തക്കവണ്ണം നോക്കുന്ന അനുഭവങ്ങള്, അവയെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് അപേക്ഷിച്ചു. സ്തോത്രം. അവന്റെ ഉള്ളിലുള്ള വേദന, അവന്റെ ഉള്ളിലുള്ള നഷ്ടബോധം, അവന്റെ ഹൃദയാന്തർഭാഗത്തും മതിക്കുന്ന ചില അന്യായ ചിന്തകൾ, അവനെ വേദനപ്പെടുത്തുന്ന ആളുകളായി അവനെ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ചുറ്റുപാടുകളിൽ നിന്ന് അവനെ ഒഴിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ, മാന്യതയില്ലാതെ അവനോട് പെരുമാറുന്ന അനുഭവങ്ങൾ, അവനൊരു സീറ്റ് കൊടുക്കുവാനോ അവനൊരു ഇരിപ്പിടം നൽകുവാനോ അവന്റെ വാക്ക് കേൾക്കുവാനോ ആരും മുതിരാതിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. സാഹചര്യം എതിരായിക്കൊള്ളട്ടെ, അമ്മ പറഞ്ഞു വ്യസനത്തോടെ ഞാൻ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞൊരു പേരും കൊടുത്തു. എന്താണ് പേര്? പ്രൈസ് ദി ലോർഡ്. വ്യസനത്തിന്റെ പുത്രൻ. എന്നാൽ വ്യസനത്തിന്റെ പുത്രനെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി മാനിക്കുന്ന ഒരു നല്ല കർത്താവ്. ആ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, രാത്രികാലം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകളെ സ്വീകരിക്കുന്ന ഒരു നല്ല കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു നല്ല പിതാവ്. അല്ലെങ്കിൽ ഇന്നൊരു പകൽക്കാലവും നമുക്കായിട്ടുണ്ടല്ലോ, അതോർത്ത് നമ്മുടെ ഉള്ളം നന്ദിയാൽ നിറയട്ടെ. ഏത് അപേക്ഷയാണോ ദൈവസന്നിധി നാം വെച്ചിരിക്കുന്നത്, പ്രൈസുള്ള ആ വിഷയത്തിന്റെ നടുവിൽ ഉത്തരമരുളുന്നവനായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ വിഷയങ്ങള് എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, അതിന്റെ മൂല്യം എത്ര എന്നുള്ളതിനെ കുറിച്ചല്ല, ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ അവൻ നമ്മുടെ അപേക്ഷ നൽകി തന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ആകയാൽ ആ കർത്താവിൽ നമുക്ക് പിന്നെയും ശരണപ്പെടാം, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു. എന്തുകൊണ്ട്? അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ദൈവത്തിന് പിന്നെയും നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ആ കർത്താവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രയർ ലൈനില് ഉത്തരം ലഭിക്കുവാൻ എന്നൊക്കെ വേണം. എല്ലാ അപേക്ഷകളും ദൈവം നൽകി തരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. 24 hours പ്രയർ ലൈനില് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിന്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. അതെ 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 അതെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ഞങ്ങളുടെ പ്രാണപ്രിയനും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവോട് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനിൽ കർത്താവെ സംബന്ധിക്കുന്ന വിവിധ ടൈം സോണുകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും
തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ കർത്താവ് നിവർത്തിക്കുമാറാകണമേ. കർത്താവെ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവകരം അവരോട് കൂടെ ഇരിക്കുമാറാകണമേ. വരും ദിവസങ്ങളിൽ സഫലമായ വ്യത്യാസം അവരുടെ കുടുംബ ജീവിതത്തില്, ശുശ്രൂഷ മണ്ഡലത്തില്, കർത്താവെ ആയിരിക്കുന്ന സഭയില്, കർത്താവെ കുടുംബത്തില് ഒക്കെ വെളിപ്പെട്ടു വരുവാൻ, കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറ മേൽ ഒക്കെ വെളിപ്പെട്ടു വരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല, അതാഴമായി വിശ്വസിക്കുന്നവരുമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 24 hours പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പ്രവർത്തകരെ, അണിയറ പ്രവർത്തകരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോസഫ് മാത്യു അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിച്ചാട്ട്. കർത്താവെ സന്ധിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് കാരണക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. പാസ്റ്റർ മാമൻ അബ്രഹാം അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പേരാമിതം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകരം അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. അവരുടെ വേലയ്ക്ക് വിശാലത വരുവാൻ, കർത്താവെ സാമ്പത്തിക വിഷയങ്ങൾക്ക് വിശാലത വരുവാൻ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് വിശാലത വരുവാൻ, കർത്താവ് അതിരിടെ വിസ്താരമാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം ഒരുക്കിയതോർത്ത് സ്തോത്രം. തുടർന്നും അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്, നന്മകളാൽ നിറച്ചാട്ട്, മഹത്വമെടുത്താട്ട്, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ സമസ്ത വിഷയവും അതിവിനയമായി യാചിക്കുമ്പോൾ കൃപ തോന്നി കേട്ടുത്തരമരലേണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ശുഭരാത്രി, ശുഭദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.